നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടനത്തിന് ഉമർ ഉപയോഗിച്ചത് മദർ ഓഫ് സാത്താൻ, സാത്താൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന ഉഗ്ര ബോംബ്. ഒരു ഡിറ്റനേറ്ററും ഇല്ലാതെ തന്നെ ചൂട് കാരണം ട്രയസെറ്റോൺ ട്രൈപ്പറോക്സൈഡ് എന്ന TATP പൊട്ടിത്തെറിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മാരകമായ ഈ സ്ഫോടനത്തിന് പിന്നിൽ ഉപയോഗപ്പെടുത്തിയത് TATP ആണോ എന്ന് സ്ഥിരീകരിക്കുകയാണ് അന്വേഷണ സംഘം. മദർ ഓഫ് സാത്താൻ എന്നറിയപ്പെടുന്ന TATP വളരെ സെൻസിറ്റീവായ ബോംബാണ്. കർഷണം, മർദ്ദം അല്ലെങ്കിൽ താപനിലയിലെ വർധനവ്, എന്തെങ്കിലും ഒരു കാരണം മതി വൻ സ്ഫോടനത്തോടെ ഇത് പൊട്ടിത്തെറിക്കാൻ. രാസപരമായും താപപരമായും സ്ഥിരതയുള്ളതും ഭാഗ്യസ്ഫോടനം ആവശ്യമുള്ളതുമാണ് അമോണിയം നൈട്രേറ്റ്. എന്നാൽ ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് TATP. ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കാറിനുള്ളിൽ IEDയുടെ പ്രധാന ഘടകം TATP ആയിരിക്കാമെന്നാണ് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത്. 2017 ബാഴ്സലോണയിൽ, പിന്നീട് മാഞ്ചസ്റ്ററിൽ, 2015 പാരീസിൽ, 2016 ബ്രസൽസിൽ ഭീകരാക്രമണങ്ങൾക്ക് TATP ആണ് അവർ ഉപയോഗപ്പെടുത്തിയത്. ഇത്തരം ബോംബുകൾ നിർമ്മിക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം ഭീകര ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കും. 2017 സ്പെയിനിൽ നടന്ന ഇരട്ട സ്ഫോടനത്തിലും ഉപയോഗപ്പെടുത്തിയത് ഇതേ TATP എന്ന സാത്താന്റെ മാതാവ്. പാരീസ്, ബ്രസൽസ് മുതൽ സിറിയ, ഇറാഖ് യുദ്ധക്കളങ്ങൾ വരെ എല്ലാ സ്ഥലങ്ങളിലും ജിഹാദികൾ ഉപയോഗിച്ചിരുന്ന ഏറ്റവും അപകടകരമായ TATP എന്ന സ്ഫോടന വസ്തു. നേരത്തെ ബാഴ്സലോണയിലും ക്രംബൽസിലെ കടൽത്തീര റിസോർട്ടിലുമൊക്കെ ആക്രമണങ്ങൾ നടത്താൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് ഉപയോഗിച്ചത് ഇതേ സാത്താന്റെ മാതാവ്. പിന്നീട് ബാഴ്സലോണയിൽ നിന്ന് 200 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന അൽഖനാർ പട്ടണത്തിലെ ഒരു വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുവിന്റെ ചേരുവകൾ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ഒരു ജർമ്മൻ രസതന്ത്രജ്ഞനാണ് TATP കണ്ടെത്തിയത്. പൊതുവെ വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്ന ഒരു സ്ഫോടക വസ്തുവായി ഇതിനെ കരുതുന്നു. എന്നാൽ കൃത്യമായ അളവിൽ അസറ്റോൺ, ഓക്സിജൻ കലർന്ന വെള്ളം, സൾഫ്യൂറിക്, ഹൈഡ്രോക്ലോറിക് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് എന്നിവ കലർത്തിയാണ് സാത്താന്റെ മാതാവ് എന്ന സ്ഫോടന വസ്തു ഉണ്ടാക്കുന്നത്. ഇവയൊക്കെ കടകളിൽ ലഭിക്കാൻ എളുപ്പമാണ്. മുൻപ് സിറിയയിലും ഇറാഖിലും ഇസ്ലാമിസ്റ്റ് ജിഹാദികൾ TATP എന്ന സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനായി പ്രത്യേക ലാബുകൾ സജ്ജീകരിച്ചിരുന്നു. UK ആസ്ഥാനമായുള്ള കോൺഫ്ലിക്റ്റ് ആർമമെന്റ് റിസർച്ച് മോണിറ്റർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ 51 കമ്പനികൾ അർദ്ധവ്യവസായിക തലത്തിൽ ഭവനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ISന് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. തുർക്കി, റഷ്യ എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്നു ഇതിന്റെ നെറ്റ്വർക്കുകൾ. ഇപ്പോഴും തുർക്കിയിലും റഷ്യയിലുമൊക്കെ ധാരാളം ലാബുകൾ. 2015 നവംബറിൽ പാരീസിൽ നടന്ന സ്ഫോടനത്തിലും അക്രമി ഉപയോഗിച്ചത് ഇതേ സ്ഫോടക വസ്തു. എന്നാൽ ഇത്തരമൊരു മാരകമായ ബോംബ് തയ്യാറാക്കാനുള്ള ചേരുവകൾ എങ്ങനെ ഒരുമിച്ച് ചേർക്കും എന്നതാണ് വിദഗ്ധരുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ബാഴ്സലോണയിൽ നടന്ന വൻ കൂട്ടക്കൊലയുടെ തലേന്ന് അൽഖനാറിൽ ബോംബുകൾ തയ്യാറാക്കുന്ന പ്രതികൾക്ക് സംഭവിച്ച ഒരു പിഴവ്. അതിത്തരം സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ അപകടാവസ്ഥയാണ് നമുക്ക് തുറന്നു കാട്ടുന്നത്. ബാഴ്സലോണ കൂട്ടക്കൊലയുടെ തലേന്ന് അബദ്ധത്തിലുണ്ടായ ഒരു സ്ഫോടനത്തിൽ കുറഞ്ഞത് 2 പേരെങ്കിലും പ്രതികളിൽ കൊല്ലപ്പെട്ടിരുന്നു. ഡൽഹി സ്ഫോടനത്തിൽ TATP ഉപയോഗിച്ചു എന്നതിന് നിരവധി തെളിവുകളാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ഫോടക സ്ഥലത്ത് ശക്തമായ ഷോക്ക് വേവുകൾ അനുഭവപ്പെട്ടു. TATPയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന രാസവസ്തുക്കൾ ആ ഭാഗത്ത് നിന്ന് കണ്ടെടുത്തു എന്ന് ഫോറൻസിക് സംഘങ്ങൾ. സ്ഫോടനത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്നത് സ്ഫോടക വസ്തു ചൂടിന് വിധേയമാവുകയോ അതോ വാഹനത്തിനുള്ളിൽ അസ്ഥിരമാവുകയോ ചെയ്തുവെന്നാണ്. ഒരുപക്ഷെ വലിയൊരു ഭീകരാക്രമണത്തിന് ഉപയോഗിക്കുന്നതിനായി കൊണ്ടുപോകുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിയതാവാം TATP എന്ന കണക്കുകൂട്ടലുകൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലുണ്ട്. TATP നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഉമർ എങ്ങനെ ശേഖരിച്ചു എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുന്നു. ഒന്നിലധികം ചേരുവകൾ ആവശ്യമാണ് മദർ ഓഫ് സാത്താൻ എന്ന ബോംബ് നിർമ്മിക്കാൻ. വിശാലമായ ഒരു ശൃംഖലയുടെ ഓൺലൈൻ പരിശീലനം ഉൾപ്പെടെ ഉമറിനും മുസമ്മിലിനും ലഭിച്ചുവെന്നാണ് NIAയുടെ കണ്ടെത്തൽ. നവംബർ 10 സംഭവങ്ങളുടെ ഒരു ക്രമം ഇപ്പോൾ ഉദ്യോഗസ്ഥർ പുനഃക്രമീകരിക്കുകയാണ്.
പുനർനിർമ്മിച്ച ഈ ക്രമങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ്. സ്ഫോടനത്തിന് മുൻപ് ഉമർ പഴയ ഡൽഹിയിലെ തിരക്കേറിയ പാതകളിലൂടെ ദീർഘനേരം വാഹനം ഓടിച്ചിരുന്നു. TATP സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് കാറിൽ മണിക്കൂറുകളോളം ഈ സംയുക്തം എങ്ങനെ അയാൾ സ്ഥിരതയോടെ സൂക്ഷിച്ചു എന്നതും കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ത്യയുടെ ദേശീയ തലസ്ഥാന മേഖലയിലുടനീളം ഒരു പരമ്പര സ്ഫോടനം നടത്താൻ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു. ഇതിനായി ഇവർ ഉപയോഗിക്കാൻ തയ്യാറാക്കിയത് TATP തന്നെ ആവണമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടൽ. നൗക പോലീസ് സ്റ്റേഷനിലെത്തിച്ച സ്ഫോടക വസ്തുവും TATP തന്നെയായിരുന്നു എന്ന സംശയം ശക്തമാണ്. ഒരുപക്ഷെ തിരക്കേറിയ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ TATPയുടെ അസ്ഥിരതയെക്കുറിച്ച് ഉമറിന് അറിയാമായിരുന്നുവെന്നാണ് അന്വേഷണ സംഘങ്ങൾ കണക്കുകൂട്ടുന്നത്. സ്ഫോടനം നടന്ന സ്ഥലം ചാന്ദിനി ചൌക്കിനടുത്തായിരുന്നു. ഇത് പഴയ ഡൽഹിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശം. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഭീകര ശൃംഖലയുമായി ഈ സംഘം ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമ്പോൾ TATP പോലുള്ള ഉഗ്ര സ്ഫോടന വസ്തുക്കൾ ഇവർ ക്രമീകരിച്ചു എന്നത് ഇന്ത്യയെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അത്യന്തം ജാഗ്രതയിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.